2005 മേക്ക് 2006 രജിസ്ട്രേഷനുള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷനുള്ള മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള ഈ വാഹനം. 2009 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള XS4 ZX പെട്രോൾ വേരിയൻ്റാണ്. ഹ്യുണ്ടായിയുടെ വെർണയാണ്. 2019 മോഡൽ SX എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. പെട്രോളിലുള്ള മാനുവൽ ഗിയറാണ് വാഹനം. ഇത് ഫുള്ള് കമ്പനി സർവീസുള്ളതാണ്. 40,863 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. ആവറേജ് ക്വാളിറ്റി ഒരു വാഹനമാണിത്. 2011 മോഡൽ ഹ്യുണ്ടായി വെർണ ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. 130 ഓടിയിട്ടുണ്ട്. ടൊയോട്ടയുടെ എത്തിയോസ് ലിവ എന്ന് പറഞ്ഞ മോഡലാണ്. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഹൈ ക്വാളിറ്റി വാഹനമാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരം വെമ്പാലവട്ടം എന്ന് പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഓട്ടോ നേഷൻ എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. വണ്ടികളുടെ ഒരു ചാകര എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വണ്ടികൾ കിടക്കുകയാണ്. ഒരു 10-60 വണ്ടിയോളം കിടപ്പുണ്ട്. ഈ 60 വണ്ടി എടുത്ത് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു 10-25 വണ്ടിക്കകത്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് കാണുന്നതും കാണിക്കാത്തതുമായ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് എടുക്കാൻ ഒരു എളുപ്പമുള്ളതും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ തോനെയും കാണാൻ ആഗ്രഹിക്കുന്ന വണ്ടികൾ ഏതാണെന്നൊക്കെ ഉള്ളത് നോക്കിയാണ് കാണിക്കുന്നത്. ഒരു 80,000 രൂപ തൊട്ട് 25 ലക്ഷം രൂപ വരെ കിടക്കുന്ന വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് കിടക്കുന്നത്. അപ്പം ഈ 80,000 രൂപയുടെ വണ്ടി ഞാൻ കാണിക്കുന്നില്ല. ഞാനൊരു 2.5 ലക്ഷം രൂപ തൊട്ടുള്ള ഇന്നോവ തൊട്ടാണ് വണ്ടികൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ല വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഓട്ടോ നേഷൻ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഇത് 2005 മേക്ക് 2006 രജിസ്ട്രേഷനുള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷനുള്ള മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള ഈ വാഹനം. റൺ ചെയ്തിരിക്കുന്ന 3,33,000 കിലോമീറ്ററാണ്. വേറെ മേജർ ആക്സിഡൻസോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെയില്ല. ഇൻറ്റീരിയർ ആയാലും അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയേഴ്സും പിന്നെ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ടയർ കണ്ടീഷൻ ഈ വാഹനത്തിൻ്റെ 3 ടയർ ഒരു 80%, ഒരു ടയറിന് ഒരു 40%ആണ് ടയർ ക്വാളിറ്റി ഉള്ളത്. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2026 ജാനുവരി വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ട്. മേജർ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 2,85,000 രൂപയാണ്. ഈ പ്രൈസ് നെഗോഷ്യബിളാണ്. ഞാൻ കോൺടേബിൾ ഡിസ്കഷനിൽ മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. പിന്നെ വാഹനത്തിന് വേറെ മേജറായിട്ടുള്ള ഒരു അപാകതയും പറയാനില്ല. പെയിൻറ്റിങ് വർക്കോ പാച്ച് വർക്കോ ഒന്നും തന്നെ ഇല്ല. ഈ റീപെയിൻറ്റ് അങ്ങനെയുള്ള റീപെയിൻറ്റ് ചെയ്യുമല്ലോ, റീപെയിൻറ്റ് ഇല്ലാതെ വരില്ലല്ലോ. 2009 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള XS4 ZX പെട്രോൾ വേരിയൻ്റാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള വാഹനമാണ്. ഇത് 2030 വരെ പേപ്പർ അവൈലബിൾ ആണ്. അതായത് പുതിയ ടെസ്റ്റ് കഴിഞ്ഞ വാഹനമാണ്. ടയർ കണ്ടീഷനൊക്കെ അറൗണ്ട് ഒരു 75% വരെ ടയർ കണ്ടീഷനുണ്ട്. വേറെ മേജർ ആക്സിഡൻസോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. പിന്നെ ഒരു സ്മോൾ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. വേറെ ആക്സിഡൻസ് ഇല്ല, പെയിൻറ്റിങ് വർക്കില്ല. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 2030 ഫെബ്രുവരി വരെ പേപ്പറുണ്ട്. ഇൻഷുറൻസ് ലൈവാണ്. ഇതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 1,65,000 രൂപയാണ്. ചെറിയ മാറ്റം വരുത്തി ചെയ്യാം. പിന്നെ അത്യാവശ്യം ഒരു 15 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജും വരുന്നുണ്ട്. പ്രീമിയം വെഹിക്കിളിൽ ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണിത്. ഓഡി A4 പ്രീമിയം എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്നുണ്ട്. 2011 മോഡൽ HR രജിസ്ട്രേഷനിലുള്ള ഈ വാഹനം 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ജെന്യൂനാണെന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല. കാര്യം HR രജിസ്ട്രേഷനിലുള്ളതായതുകൊണ്ട് തന്നെ ചിലപ്പം ജെന്യൂൻ ആവാം. പക്ഷേ ഞങ്ങൾ സ്കാനിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിൽ വേറെ അപാകതയൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ വാർണിംഗ് ലൈറ്റ്സ് ഒന്നും പ്രശ്നമില്ല. ഇൻറ്റീരിയർ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടയർ കണ്ടീഷനൊക്കെ ഒരു 80% എബോവ് ടയർ കണ്ടീഷനുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. ഇത് ചെറിയ ബഡ്ജറ്റിൽ പ്രീമിയം നോക്കുന്നവർക്ക് യൂസ്ഫുള്ളാണ്. ഇതിന് NOC ഞങ്ങൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന 4,15 ലക്ഷം രൂപയാണ്. ഇതും പ്രൈസ് നെഗോഷ്യബിളാണ്. ഞങ്ങൾക്ക് ആരുടെ പേരിലാണോ NOC എടുത്ത് കൊടുക്കേണ്ടത് അവരുടെ പേരിൽ NOC എടുത്ത് കൊടുക്കാം. ഇനി ഫിനാൻസ് കിട്ടത്തില്ല. അതായത് ചെറിയ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം നോക്കുന്നവർക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്കിംഗ് എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. ഇലക്ട്രോണിക് പാർട്സ് എല്ലാം പക്ക നീറ്റായിട്ടും ക്ലീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ സൺറൂഫ് ഒക്കെ വർക്ക് ചെയ്യുമല്ലോ? അതെ, വർക്ക് ചെയ്യും. അതിനകത്തുള്ള എല്ലാ ഇലക്ട്രിക് പാർട്സും വർക്കിംഗ് ആണ്. ഇലക്ട്രിക് പാർട്സിന് ഒരു ഡാമേജോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കാനിങ്ങിനകത്ത് ഒരു എററോ കാണിക്കുന്നില്ല. ചോദ്യം എത്രയാണ്? ഇത് ഞങ്ങൾക്ക് ഒരു 4,15 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ചെറിയൊരു മാറ്റം വരുത്തി ചെയ്യാം. പിന്നെ എടുക്കുന്നവർക്ക് കൊണ്ടുവന്ന് ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി പണിയേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം പക്ക നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനമാണ്.
സിയാസ് ഞങ്ങളിൽ ഒരു 4 വണ്ടി അടിച്ച് സ്റ്റോക്ക് കിടപ്പുണ്ട്. എല്ലാം ഇപ്പോൾ വന്ന വാഹനങ്ങളാണ്. ഇത് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 2022 മോഡൽ സിയാസ് സ്മാർട്ട് ഹൈബ്രിഡ് ഡെൽറ്റ ഓട്ടോമാറ്റിക്കാണ്. അത് ലോ കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിരിക്കുന്നത്. പിന്നെ അലോയ്സ്, അതുപോലെ തന്നെ ലോ പ്രൊഫൈൽ ടയർ, ഇൻറ്റീരിയർ എല്ലാം ലെതർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ അപാകതകളോ കാര്യങ്ങളോ വണ്ടിയിലൊന്നും പറയാനില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇത് സർട്ടിഫൈഡ് വെഹിക്കിളാണ്. 36,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. 3 മാസം ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിനുപരി 2 വർഷം വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. വാഹനത്തിന് ഞങ്ങൾ ചോദിക്കുന്ന വില 8.5 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ മാറ്റം വരുത്തി ചെയ്യാം. ഈ വാഹനത്തിന് ഒരു 7.5 ലക്ഷം രൂപ വരെ ലോൺ അവൈലബിൾ ആണ്. നല്ല പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ 100% വരെയും ഫണ്ടിങ് ചെയ്ത് കൊടുക്കാം. കാര്യം സിബിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് 100% വരെ ഈ വാഹനത്തിന് ഫണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ വാഹനം റീപെയിൻ്റ് എന്ന് പറയുന്നത് ബമ്പർ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വാഹനത്തിന് വേറെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം അക്സസറീസ് എല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. എടുക്കുന്നവർക്ക് പുതിയ വണ്ടി എങ്ങനെ യൂസ് ചെയ്യുന്നോ അതുപോലെ യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, AC, പവർ സ്റ്റിയറിങ്, പവർ വിൻഡോ എല്ലാം കമ്പനി ഇൻബിൽറ്റായിട്ട് വരുന്നതാണ്. അത്യാവശ്യം ഒരു 60,000 രൂപയ്ക്ക് മുകളിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് തന്നെ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സിയാസ് എന്ന് പറയുന്നത് 2016 മോഡൽ ZDA ആണ്. 3rd ഓണർഷിപ്പിലുള്ള വാഹനമാണിത്. 2016 രജിസ്റ്റർ ചെയ്ത ഈ വാഹനം 2031 വരെ പേപ്പറുണ്ട്. ഇതിന് ഒരു ചെറിയ അപാകതയുള്ള വാഹനമാണ്. ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ട് തന്നെ ഈ വാഹനം ആ വിലയ്ക്ക് ഞങ്ങൾക്ക് കൊടുക്കാനും പറ്റും. ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ്, ബോണറ്റ്, ബമ്പർ ഇത് ഇത്രയും റീപ്ലേസ്ഡ് ആണ്. അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് മാറിയിരിക്കുന്നത്. വേറെ മേജർ അപാകതയൊന്നും പറയാനല്ല. ടയർ കണ്ടീഷനെല്ലാം അത്യാവശ്യം 85% ടയർ കണ്ടീഷനുണ്ട്. ഇതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 4.25 ലക്ഷം രൂപയാണ്. ഞങ്ങൾക്കൊരു 3.25-4 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാനും പറ്റും. പിന്നെ ആക്സിഡൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രൈസ് വരുന്നത്. ആക്സിഡൻറ്റ് മേജർ ആക്സിഡൻ്റ് അല്ല. കമ്പനിയിൽ നിന്ന് തന്നെ ഒരു 80,000 രൂപയുടെ ക്ലെയിം ഉണ്ട്. പിന്നെ 3ാമത്തെ ഓണർഷിപ്പാണ്. ഡീസൽ വാഹനമാണ്. അത്യാവശ്യം മൈലേജ് ഉള്ളൊരു വാഹനമാണ്. ഇതിന് ആവറേജ് എങ്ങനെ പോലും 20-22 അടുപ്പിച്ച് മൈലേജും വരുന്നുണ്ട്. വേറെ ഇപ്പം അറ്റ് പ്രസൻറ്റ് വണ്ടിയിൽ വേറെ ഒരു വർക്കും തന്നെ പെൻഡിങ് ഇല്ല. പിന്നെ ചെറിയ ബഡ്ജറ്റിൽ ഡീസൽ വാഹനം നോക്കുന്നവർക്ക് യൂസ്ഫുള്ളാണിത്. ഇതിൻ്റെ മാക്സിമം ഫണ്ടിങ്ങും കിട്ടും. ബോണറ്റ് ഒന്ന് പൊക്കി കാണിക്കാമല്ലോ. അപ്രോൺ സൈഡൊന്നും കുഴപ്പമില്ലല്ലോ. അപ്രോൺ സൈഡൊന്നും പ്രശ്നമില്ല. അതിൽ മാറിയിരിക്കുന്നത് ഫ്രണ്ട് ബോണറ്റ് മാറിയിട്ടുണ്ട്, ബമ്പർ മാറിയിട്ടുണ്ട്, റേഡിയേറ്റർ കണ്ടൻസർ ഇത് ഇത്രയാണ് കമ്പനിയിൽ നിന്ന് മാറിയിരിക്കുന്നത്. ഗ്ലാസ് റീപ്ലേസ്ഡ് അല്ല. 2020 മേക്ക് 21 രജിസ്ട്രേഷൻ സിയാസ് പെട്രോൾ സിഗ്മ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. മാനുവൽ ഗിയറിലുള്ള ഈ വണ്ടി, ഈ വാഹനേ ഇത് 2nd ഓണർഷിപ്പിലാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഇത് ഓടിയിരിക്കുന്നത് 38,500 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഒരു 2 വർഷം മുമ്പ് ഞങ്ങൾ തന്നെ കൊടുത്ത വാഹനമായിരുന്നു. ഒരു മിലിറ്ററിക്കാരൻ്റെ വാഹനമാണ്. ഇതിപ്പം പുള്ളിക്കാരൻ അപ്ഡേറ്റ് ചെയ്ത് പുതിയ വേറൊരു ഞങ്ങൾ ക്രിസ്റ്റ കൊടുത്തായിരുന്നു. എക്സ്ചേഞ്ചിനായിട്ട് എടുത്തതാണ്. ഇതും കമ്പനി സർവീസ് ഉള്ളതാണ്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 2030 വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ വാറണ്ടി സർട്ടിഫൈഡ് ആണ്. വാറണ്ടി ഞങ്ങൾ 3 മാസം വാറണ്ടി ഞങ്ങളുടെ കമ്പനി വാറണ്ടി ഉണ്ട്. അതിനുപരി 2 വർഷം വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വാഹനത്തിന് ഞങ്ങൾക്കൊരു 90% വരെയൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ആസ്കിങ് പ്രൈസ് 765 ആണ്. ഞങ്ങൾ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ഉണ്ട്. ഞങ്ങൾക്കൊരു 7 lakh വരെയൊക്കെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറിനൊക്കെ ആണെങ്കിൽ 7 lakh വരെയൊക്കെ ലോണും ചെയ്യാൻ പറ്റും. അത് സിബിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ ഒരു 700-ന് മുകളിലൊക്കെ സിബിൽ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു 85-90 ഒക്കെ മാക്സിമം ഫണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലെതർ സീറ്റ്സ് ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീന്, നാവിഗേഷൻ, സെൻട്രൽ ലോക്കിങ്, അലോയ് വീൽസ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എടുക്കുന്നവർക്കൊരു ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ടയർ കണ്ടീഷനൊക്കെ അറൗണ്ട് 95% എബോവ് ടയർ കണ്ടീഷനും ഉണ്ട്. പിന്നെ വൈറ്റ് കളറാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഓൺ ടേബിൾ ഡിസ്കഷനിൽ ഞങ്ങൾക്ക് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. സിയാസ് 2015 ZXi പെട്രോൾ വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനം. 3ാമത്തെ ഓണർഷിപ്പാണ്. ഇതിനൊരു ഹൈലൈറ്റ് ഉണ്ടെന്ന് പറയുന്നത് CNG ഫിറ്റഡ് ആണ്. CNG ഫിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല മൈലേജ്, ഒരു 20 എബോവ് എന്തായാലും മൈലേജ് ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് 1,09,700 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഞങ്ങൾക്കൊരു 80-85% വരെ ഫിനാൻസ് ചെയ്യാം. ഒരു 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ വാഹനം ഇറക്കാൻ പറ്റും. ഡീസലാണത്? പെട്രോളാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിൽ തന്നെ CNG ഫിറ്റഡും ആണ്. CNG ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാകും. പിന്നെ ഇതും ഞങ്ങൾക്കൊരു 3 മാസം വരെ വാറണ്ടി കൊടുക്കാൻ പറ്റും. ടയർ കണ്ടീഷനൊക്കെ അറൗണ്ട് ഒരു 90-95% വരെ ടയർ കണ്ടീഷനുണ്ട്.
വേറെ അപാകതകളൊന്നുമില്ല. പിന്നെ ബമ്പറിൻ്റെ കൂടെ ചെറിയൊരു സ്ക്രാച്ച് കിടപ്പുണ്ട്. അത് ഡെലിവറി ടൈമിൽ പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇത് ഞങ്ങൾ ആസ്കിങ് പ്രൈസ് 590 ആണ്. അതും ഞങ്ങൾക്ക് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫിനാൻസ് ഞങ്ങൾക്കൊരു 4.5 തൊട്ട് 5 lakhs വരെ ഫിനാൻസ് ചെയ്യാനും പറ്റും. ഹ്യുണ്ടായിയുടെ വെർണയാണ് 2019 മോഡൽ SX എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. പെട്രോളിലുള്ള മാനുവൽ ഗിയറാണ് വാഹനം. ഇത് ഫുള്ള് കമ്പനി സർവീസ് ഉള്ളതാണ്. 40,863 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. പിന്നെ ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. ഇൻഷുറൻസ് എല്ലാം ഫുൾ കവറാണ്. ഏറ്റവും ടോപ്പ് എൻഡ് അല്ല, ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ്. അത് സൺറൂഫ് വരത്തില്ല. പിന്നെ വേറെ ആക്സിഡൻറ്റോ ക്ലെയിമോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ബ്ലാക്ക് കളറാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ റീപെയിൻറ്റോ കാര്യങ്ങളോ വണ്ടിയിൽ കയറിയിട്ടില്ല. പിന്നെ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 7,50,000 രൂപയാണ്. ഞങ്ങൾക്കൊരു 6.5 ലക്ഷം രൂപ വരെ വാഹനത്തിന് ഞങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ വാറണ്ടി ഉണ്ട്. സർട്ടിഫൈഡ് ആണ് ഈ വാഹനം സർട്ടിഫൈഡ് ആണ്. ഇതിന് ഞങ്ങൾക്ക് 2 വർഷം വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒരു 3 മാസം ഞങ്ങളുടെ കമ്പനി വാറണ്ടി കൊടുക്കാം. എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു 2 വർഷം വരെ ഓൾ ഓവർ ഇന്ത്യക്കകത്ത് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ വാറണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വാറണ്ടി സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്തെങ്കിലും മേജറായിട്ടുള്ള എഞ്ചിൻ ഗിയർ ബോക്സ് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് കമ്പനി ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കണമെങ്കിൽ കാണിക്കാം. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. വണ്ടി ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്താൽ മതി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റേറ്റ് നെഗോഷ്യബിളാണ്. പിന്നെ അത് ഓൺ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. പിന്നെ ഇൻറ്റീരിയറിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയുന്ന വാഹനത്തിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എടുക്കുക, ഉപയോഗിക്കുക. പുതിയ വണ്ടി എങ്ങനെ യൂസ് ചെയ്യുന്നോ അതുപോലെ തന്നെയാണ്. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫാമിലി കാറൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണിത്. 2012 ഹ്യുണ്ടായി ഇയോൺ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വരുന്ന വാഹനം. 94,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ലെതർ സീറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 94,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. ഇത് ഞങ്ങൾക്കൊരു 50 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ വാഹനം ഇറക്കാൻ പറ്റും. പിന്നെ ടയറെല്ലാം അത്യാവശ്യം ഒരു 85% വരെ ടയർ കണ്ടീഷൻ ഉണ്ട്. ഇൻഷുറൻസ് എല്ലാം പുതിയ ഇൻഷുറൻസാണ്. ഒരു ചെറിയ ബഡ്ജറ്റ് ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചോദിക്കുന്ന വില 1,85,000 രൂപയാണ്. ചെറിയ മാറ്റമൊക്കെ വരുത്തി ചെയ്യാം. അങ്ങനെ 50 രൂപയൊക്കെ അടച്ചാൽ ബാക്കി ഫിനാൻസും ചെയ്യാം. അത്യാവശ്യം വണ്ടി ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് 1,85,000 ചോദിക്കുന്നത്. ചെറിയ മാറ്റം വരുത്തി ചെയ്യാം. ഒരു 50 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഇറക്കാനും പറ്റും. 5 വർഷം വരെയൊക്കെ ലോൺ ഇത് 3 മാസം ഞങ്ങൾക്ക് വാറണ്ടി കൊടുക്കാം. എക്സ്റ്റൻഡഡ് വാറണ്ടി കിട്ടത്തില്ല. ഞങ്ങളുടെ കമ്പനി വാറണ്ടി ഒരു 3 മാസം വാറണ്ടി കൊടുക്കാം. എഞ്ചിനും ഗിയർ ബോക്സിനും 3 മാസം വരെ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് മാറി കൊടുക്കാം. ടൊയോട്ടയുടെ എത്തിയോസ് ലിവ എന്ന് പറഞ്ഞ മോഡലാണ്. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഹൈ ക്വാളിറ്റി വാഹനമാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 74,500 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. അത്യാവശ്യം ലെതർ സീറ്റും ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഇത് ഞങ്ങൾക്ക് 2 വർഷം വരെ വാറണ്ടിയും കൊടുക്കാം. 3 മാസം കമ്പനി വാറണ്ടി ഉണ്ട്. ഈ വാഹനത്തിന് ഞങ്ങൾക്കൊരു 60 രൂപയ്ക്ക് ആദ്യം അടക്കുകയാണെങ്കിൽ വാഹനം ഇറക്കാനും പറ്റും. അത് ഞങ്ങളുടെ ചോദിക്കുന്നത് 4,30,000 രൂപയാണ്. ഇതിൽ ഞങ്ങൾക്കൊരു ചെറിയ നെഗോസിയേഷൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഫിനാൻസ് ഒരു 90% വരെ ഫിനാൻസും ചെയ്യാം. ടയർ കണ്ടീഷൻ ഞങ്ങൾക്ക് ഒരു 90% വരെ ടയർ കണ്ടീഷനുണ്ട്. റീപെയിൻറ്റ് ബമ്പർ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വേറെ ആക്സിഡൻ്റ് അല്ല, സ്ക്രാച്ചായി കമ്പനിയിൽ നിന്ന് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇതെടുക്കാം. ആവറേജ് ക്വാളിറ്റി ഒരു വാഹനമാണിത്. 2011 മോഡൽ ഹ്യുണ്ടായി വെർണ ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. 1.30 ഓടിയിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ആവറേജ് ക്വാളിറ്റിയാണ്. പിന്നെ മേജർ തട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. റീപെയിൻറ്റ് അത്യാവശ്യം മിക്ക ഡോസും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ എൻജിൻ സൈഡൊന്നും വലിയ പ്രശ്നമില്ല. ഇത് സർട്ടിഫൈഡ് അല്ല. പിന്നെ 1.30 ഓടിയിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. മൈലേജ് അത്യാവശ്യം ഒരു 20 റേഞ്ചിനകത്ത് മൈലേജും വരുന്നുണ്ട്. ചെറിയ വിലയ്ക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ ആവറേജ് ക്വാളിറ്റി വെഹിക്കിളാണ്. ആവറേജ് ക്വാളിറ്റിയാണ്. പിന്നെ കമ്പനി ഒറിജിനൽ സീറ്റാണ് കിടക്കുന്നത്. മറ്റേ രണ്ടാമത്തെ സീറ്റൊന്നും അല്ല. പിന്നെ മേജർ ഇടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻജിൻ സൈഡും കൊള്ളാം. എൻജിൻ സൈഡ് വലിയ കുഴപ്പമില്ല. ടയറും ഒരു 80% വരെ ടയർ കണ്ടീഷനും ഉണ്ട്. റീപെയിൻറ്റ് അത്യാവശ്യം ബോഡിയിൽ എല്ലാ പീസിലും കയറിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് ഞങ്ങൾക്കൊരു 2,65 ഫൈനൽ കൊടുക്കാം. നെഗോസിയേഷൻ അല്ല, 2,65 ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഒരു സെഡാൻ വാഹനം സ്വന്തമാക്കാം.
അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഹ്യുണ്ടായിയുടെ വെനു എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡലാണ്, 2022 മോഡലാണ്. ഇത് ടർബോ IMT എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അതായത് ഇതിൽ ഗിയർലെസ് ആണ്, പക്ഷേ ക്ലച്ച്ലെസ് ആണ്, ഗിയർ ഉണ്ടാവും. ഇത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇറങ്ങുന്നത്. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഓടിയിരിക്കുന്നത് 78,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 7,65,000 രൂപയാണ്. ഞങ്ങൾക്കൊരു 6.25 വരെയൊക്കെ ഫിനാൻസും ചെയ്യാം. വേറെ മേജർ അപാകതകളൊന്നുമില്ല. ബമ്പറിലൊരു ചെറിയ സ്ക്രാച്ച് കിടപ്പുണ്ട്, അത് റീപെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ടയർ അത്യാവശ്യം ഒരു 70% വരെ ടയറുണ്ട്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഒന്ന് ജസ്റ്റ് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാനുണ്ട്. ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നീറ്റായിരിക്കും. മാരുതിയുടെ എർട്ടിഗയാണ്. ഇത് പെട്രോളാണ്, 2019 മോഡൽ VXi. ഇത് 3ാമത്തെ ഓണർഷിപ്പാണ്. 51,700 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. കമ്പനി സർവീസ് ഉണ്ട്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. റീപെയിൻറ്റ് ഒരു ഫ്രണ്ടറും ഒരു ബമ്പറും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം ലെതറാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ്. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇത് സർട്ടിഫൈഡ് തന്നെയാണ്. ഇതിന് 3 മാസം വാറണ്ടി കൊടുക്കാം. 3 മാസം വാറണ്ടിയും 2 വർഷം വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് ആകെ ഒരു അപാകത എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഓണറാണെന്നുള്ളൊരു അപാകത മാത്രമേ വാഹനത്തിനുള്ളൂ. പിന്നെ ഫിനാൻസും ഒരു 85 to 90 വരെ ഫിനാൻസും ചെയ്യാം. ഞങ്ങൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8,35 പിന്നെ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ റേറ്റ് നെഗോസിയേഷനൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ഫിനാൻസും അത്യാവശ്യം ഒരു 7-7.5 വരെയൊക്കെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണെങ്കിൽ ഫിനാൻസും ചെയ്യാൻ പറ്റും. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഒരു 80% മുകളിൽ ടയർ കണ്ടീഷനുണ്ട്. ഇൻഷുറൻസ് എല്ലാം ലൈവാണ്. ഇൻഷുറൻസും വാലിഡിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, വാറണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം മേജർ ആക്സിഡൻറ്റ് ഇല്ലാത്ത വാഹനത്തിനെ കൊടുക്കാൻ പറ്റും. ഇത് ഫുൾ ഓൺ കയറുമോ ഈ വണ്ടി? ഇല്ല, ഒരു 7.5 വരെയൊക്കെ മാക്സിമം. 2018 മോഡൽ ബലേനയാണ്. ബലേനോ സീറ്റ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഫാൻസി നമ്പറാണ് വാഹനം. പിന്നെ ഇത് ഡീസലാണ്. ഇപ്പോൾ ഡീസൽ വാഹനം കിട്ടുന്നത് തന്നെ വളരെ റയറാണ്. അത്യാവശ്യം മൈലേജ് ഉള്ളൊരു സാധനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 58,400 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ലെതർ സീറ്റും കാര്യങ്ങളും എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 22 മുകളിൽ എന്തായാലും മൈലേജ് കൺഫേമാണ്. അപ്പം മാരുതി ഡീസൽ നിർത്തിയതിന് ശേഷം ഡീസൽ വാഹനങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡുമാണ്. വണ്ടി നല്ല വാഹനങ്ങൾ കിട്ടുന്നത് വലിയ പാടാണ്. ടയറെല്ലാം ഒരു 85-90 വരെ ടയർ കണ്ടീഷനുണ്ട്. ഇൻഷുറൻസും പുതിയ ഇൻഷുറൻസാണ്. പിന്നെ ഇതിന് ഞങ്ങൾക്ക് മാക്സിമം ഒരു 90% വരെയൊക്കെ ഫിനാൻസും ചെയ്യാം. ഇത് ആസ്കിങ് പ്രൈസ് 7,25. ഇത് പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണ്. കസ്റ്റമറുമായിട്ട് ഞങ്ങൾക്ക് സംസാരിച്ചിട്ട് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ ഫിനാൻസും ഒരു 90% വരെ ഫിനാൻസും ചെയ്യാം. വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെൻറ്റോ റീപെയിൻ്റ് ആയിട്ടോ ഒന്നുമില്ല. ബമ്പറിൽ റിയർ ബമ്പറിൽ 2 ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന വണ്ടികളുടെ എല്ലാത്തിൻ്റെ കിലോമീറ്റർ ജെനുവിൻ തന്നെയല്ലേ? കിലോമീറ്റർ ജെനുവിനുള്ള വാഹനങ്ങൾ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. കാര്യം മിക്ക വാഹനങ്ങളും ഒരു 95% വാഹനങ്ങളും സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. ഞങ്ങളുടെ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് പാർക്ക് ആൻഡ് സെയിൽ ആയാലും പർച്ചേസ് ആയാലും ഈ വാല്യുവേഷൻ്റെ അകത്ത് ഒരു 90% വരെയും ഞങ്ങൾക്ക് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റും അതുപോലെ ആക്സിഡൻറ്റോ റീപെയിൻറ്റോ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആക്സിഡൻ്റ് ഉള്ള വാഹനം ആക്സിഡൻ്റ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞ് കൊടുക്കും. ഇത് അഡ്വാൻസ് ആയതാണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആയിരുന്നു. ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇതൊരു ലോ ബഡ്ജറ്റിൽ കൊടുത്തൊരു ഓട്ടോമാറ്റിക്. എത്രയ്ക്കാണ് പോയത്? ഇത് 2.80 പോയത്. ഇതുണ്ടോ? ഇയോണുണ്ടോ? ഇയോൺ ഇതുണ്ട്. ഇത് 2016 ഇയോൺ എറാ പ്ലസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് 84,000 കിലോമീറ്ററുള്ള സാധനമാണ്. ചെറിയ ബഡ്ജറ്റൊക്കെ നോക്കുന്നവർക്ക് ബെറ്ററാണ്. ഇതും സർവീസ് ഉള്ള സാധനമാണ്. ഇതിന് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ബമ്പറിലൊരു ചെറിയ സ്ക്രാച്ചും ബോണറ്റിലൊരു സ്ക്രാച്ചും ഉണ്ട്. അത് ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് കസ്റ്റമറെ കാണിച്ചിട്ട് ചെയ്യാമെന്നുള്ള രീതിക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതും ഞങ്ങൾ ചോദിക്കുന്നത് ഒരു 2,40,000 രൂപയാണ്. പ്രൈസ് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ടയറെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. 80% മുകളിൽ ടയറും ഉണ്ട്. ഇൻഷുറൻസും പുതിയ ഇൻഷുറൻസാണ് ഇരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചെറിയ ടച്ചിങ്ങിനുള്ള ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ വണ്ടി കൊടുക്കുന്ന സമയത്ത് ഈ ചെറിയ ടച്ചിങ് ഉള്ളതും ഒരു പോളിഷിങ് ഇൻറ്റീരിയർ ക്ലീനിങ് എല്ലാം ചെയ്ത് തന്നെ കൊടുക്കും. പിന്നെ ഇത് ഒരു 3 മാസം ഞങ്ങൾക്ക് വാറണ്ടി കൊടുക്കാം. അതിന് വാഹനം അത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ കിലോമീറ്റർ ടാമ്പ് ചെയ്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് വാറണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ചോദ്യം എത്രയാണ്? ഇത് ഞങ്ങൾക്കൊരു
40-ന് ഞങ്ങൾക്ക് കൊടുക്കാം. 240-ലും ചെറിയ നെഗോസിയേഷൻ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു ബിസിനസ് പർപ്പസായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ആംബുലൻസ് ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ് ഈ ആംബുലൻസ് കിടക്കുന്നത്. 2013 ആംബുലൻസ് ഇത് ആംബുലൻസ് സർവീസിന് ഓടിയ സാധനം അല്ല, ഇതൊരു ട്രസ്റ്റിൽ കിടന്ന വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കിലോമീറ്റർ ജെന്യൂനാണ്. 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് സർവീസ് എല്ലാം കമ്പനി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മേജർ ഇടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം പേപ്പറെല്ലാം പുതിയ പേപ്പർ ആക്കിയതാണ്. ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണ്. പുതിയ ഇൻഷുറൻസ് ഞങ്ങൾക്ക് എടുത്ത് കൊടുക്കാം. പുതിയ ഇൻഷുറൻസും എടുത്ത് കൊടുക്കാം. അത്യാവശ്യം ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസും ചെയ്ത് കൊടുക്കാം. ഫിനാൻസിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല, കൊമേഴ്സ്യൽ ചെയ്യാത്തതുകൊണ്ട് അറിയത്തില്ല. നമ്മൾ ഞങ്ങൾക്ക് ബാങ്കുമായിട്ട് സംസാരിച്ചിട്ട് ഫിനാൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഈ ആംബുലൻസ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് അല്ല, ആംബുലൻസ് ആരെങ്കിലും അങ്ങനെ എടുത്ത് നിർത്തത്തില്ല. ഇത് ബാർക്കാൻസിലാണ്, ഞങ്ങൾ എടുത്തതല്ല, ബാർക്കാൻസിലാണ്. പിന്നെ ഒരു ട്രസ്റ്റിൽ കിടന്ന വാഹനമാണ്. അപ്പം ഈ ട്രസ്റ്റിൻ്റെ ഈ ഉത്സവങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർ സർവീസിന് വേണ്ടി മാത്രം വിടുന്ന വാഹനമാണ്. അതുകൊണ്ടാണ് ജെനുവിൻ കിലോമീറ്റർ 33 ഓടിയിരിക്കുന്നത്. ഓക്കെ, എത്ര ചോദ്യം? പാർട്ടി 3.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ പ്രൈസ് ഞങ്ങൾക്ക് അവരുമായിട്ട് സംസാരിച്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2015 മോഡൽ ബ്രിയോ SMT ഹോണ്ടയുടെ, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാർ കണ്ടീഷൻ എല്ലാം പക്കയാണ്. ഒരു അപാകത വെച്ചാൽ 3rd ഓണർഷിപ്പാണെന്നുള്ളൊരിതേ ഉള്ളൂ. കിലോമീറ്റർ ജെനുവിനാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ, അതുപോലെ തന്നെ ടച്ച് സ്ക്രീന്, ബാക്കിയുള്ള എല്ലാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. 44,000 ജെനുവിൻ കിലോമീറ്ററാണ്. റെക്കോർഡുണ്ട്. വേറെ അപാകതയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസും പുതിയ ഇൻഷുറൻസാണ്. ഇതിന് ഞങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഫിനാൻസ് ഒരു 4 വർഷം വരെയൊക്കെ ഫിനാൻസ് ചെയ്യാം. 4 വർഷം ഞങ്ങൾക്ക് ഒരു 2.5 ലക്ഷം രൂപ വരെയൊക്കെ തന്നെ ഫിനാൻസ് തന്നെ ചെയ്യാൻ പറ്റും. വണ്ടി വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? കേട്ടില്ല. ചോദ്യം എത്രയാ? 3,15,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റം വരുത്താം, എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റും. ചെറിയ വാഹനം നോക്കുന്നവർക്ക് അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ ഒരു ഹോണ്ടയുടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. പരിചയപ്പെടുത്തുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ്. ഞങ്ങളുടെ ടാറ്റയുടെ ടിഗോർ എന്ന് പറയുന്ന മോഡലാണ്. ഇത് XZ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. ട്രിവാൻഡ്രം ഫാൻസി നമ്പർ വാഹനമാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 24,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസുമാണ്. ഇതും ഞങ്ങൾക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. കമ്പനി വാറണ്ടി അണ്ടർ കമ്പനി വാറണ്ടിയിലുള്ള വാഹനമാണ്. ഒരു ഡോക്ടർ യൂസ്ഡാണ്. അത്രയും നീറ്റായിട്ട് വാഹനം യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ തന്നെ ഫുള്ള് ലെതറും അത്യാവശ്യം ലെതർ സീറ്റ്, സ്റ്റീരിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആസ്കിങ് പ്രൈസ് 9,40,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റം വരുത്തി ചെയ്യാം. ഫിനാൻസും അവൈലബിൾ ആണ്. ഫിനാൻസ് ഞങ്ങൾക്ക് ഒരു 8 ലക്ഷം രൂപ വരെയൊക്കെ തന്നെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആദ്യമായിട്ട് EV വണ്ടി ഞാൻ എടുത്തു. EV ഞങ്ങളിൽ 3 വാഹനം ഉണ്ടായിരുന്നു. EV 3 ഉണ്ടായിരുന്നു. ബാക്കി പോയി. എല്ലാം ടാറ്റയുടെ തന്നെയായിരുന്നു. മിക്ക വാഹനങ്ങളും കൊടുത്തായിരുന്നു. ഇത് 2021 മോഡൽ ടാറ്റ ടിയാഗോ XZ A+ ആണ്. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനാണ്. 2021 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്. 15,000 കിലോമീറ്ററിനകത്തെ വണ്ടി ഓടിയിട്ടുള്ള കമ്പനി സർവീസാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണിത്. ഡ്യുവൽ ടോൺ വരുന്നത്, റെഡ് ബ്ലാക്ക് കളർ വരുന്നത്. കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനം. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇതിലുള്ളതാണോ? ഇതിൽ വരുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. ഹാർമൻ്റെ സിസ്റ്റമാണ് വരുന്നത്. ഹാർമൻ്റെ സിസ്റ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ലേ, അതാരും ചേഞ്ച് ചെയ്യത്തില്ല. അത്യാവശ്യം ഇപ്പോൾ കിട്ടുന്നതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് അത്. പിന്നെ ലെതർ സീറ്റ് എല്ലാം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഡോർ വൈസർ, ലെതർ സീറ്റ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പ് എൻഡാണ്. ഇത് പുതിയ വാഹനം ഏകദേശം 11 ലക്ഷം രൂപ വരെ വരുന്നുണ്ട്. ഞങ്ങൾക്കിത് ആസ്കിങ് പ്രൈസ് 6 ലക്ഷം രൂപയാണ്. പിന്നെ ചെറിയ മാറ്റം വരുത്തി ചെയ്യാം. ഒരു 5 ലക്ഷം രൂപ വരെ ഫിനാൻസും ചെയ്യാം. അപ്പോൾ 1 ലക്ഷം തന്നെ ഇറങ്ങാം. അതെ. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല. കമ്പനി സർവീസ് ഉണ്ട്. വാറണ്ടി ഉള്ളതല്ലേ. ഞങ്ങൾ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന് വാറണ്ടി ഉണ്ട്. i20 ആണ്. 2018-19 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർഷിപ്പാണ്. 55,000 കിലോമീറ്റർ ഓടിയ i20 സ്പോർട്സ് ഓട്ടോമാറ്റിക്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. റീപെയിൻറ്റും ഇല്ല. ബമ്പർ റീപെയിൻ്റ് ഉണ്ട് കേട്ടോ. ബമ്പറും ഒരു ക്വാർട്ടർ പാനൽ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബമ്പർ റീപെയിൻറ്റ് ചെയ്യാത്ത വണ്ടികൾ വരാൻ വഴി പറയണമല്ലോ. ഞങ്ങൾക്ക് റീപെയിൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിലും പറയണമല്ലോ. അത് വേണം. പിന്നെ ലെതർ സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുമല്ലോ. വരും. സിറ്റിക്കകത്ത് ഓടുന്ന വാഹനത്തിന് ഒരു 90% വാഹനത്തിനും സ്ക്രാച്ച് കാണാതെ ഇരിക്കത്തില്ല. ഇത് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി സർവീസ് ഉള്ളതാണ്. പിന്നെ വിലയും
വലിയ കുഴപ്പമില്ലാത്ത റേറ്റിനാണ് കൊടുക്കാൻ ഇട്ടിരിക്കുന്നത്. ഇത് പെട്രോൾ ഡീസലാ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ചോദിക്കുന്നത് 5,60,000 രൂപയാണ്. പിന്നെ വേറെ വില ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ മാറ്റം വരുത്തി ചെയ്യാം. ഇത് 4.25 വരെയൊക്കെ ഫിനാൻസ് ചെയ്യാം. ഒരു 75,000 രൂപയ്ക്ക് ആദ്യം ഇറക്കുകയാണെങ്കിൽ വാഹനം ഇറക്കാൻ പറ്റും. ടയർ ഒരു 75% വരെ ടയറും ഉണ്ട്. ഈ വാഹനം 2019 മോഡലാണ്. ടൊയോട്ടയുടെ ആൾട്ടിസ് ജെ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഈ ബമ്പറിൻ്റെ കൂടെ സ്ക്രാച്ച് ഉണ്ട്. അത് പെയിൻറ്റ് ചെയ്തിട്ടില്ല. വണ്ടി ഇപ്പോൾ ഇന്നലെ എത്തിയിട്ടല്ലേ ഉള്ളൂ. ബമ്പർ ഒന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. സോറി, ഇതിൽ റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. ബമ്പർ റീപ്ലേസ്ഡ് ആണ്. ഞാനിതിൽ റീപ്ലേസ്മെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് മിസ്റ്റേക്ക് വന്നതാണ്. ഇതിൻ്റെ ബമ്പറും ടെയിൽ ലൈറ്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു 80 രൂപ അടുപ്പിച്ച് ക്ലെയിം ഉണ്ട്. 80 രൂപ ക്ലെയിം എന്ന് പറഞ്ഞാൽ ടൊയോട്ട ആൾട്ടിസിൻ്റെ 2 ടെയിൽ ലൈറ്റ് വാങ്ങിക്കാൻ തന്നെ ഏകദേശം 10,25,000 രൂപ വിലയുണ്ട്. പിന്നെ കമ്പനി സർവീസാണ്. ഒറിജിനൽ കേരള, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ടയർ ഇപ്പം 4 മാറിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5,000 കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് ഓടിയിരിക്കുന്ന 78. ഞങ്ങളുടെ പ്രൈസ്, ആസ്കിങ് പ്രൈസ് ഒരു 11.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 10 ലക്ഷം രൂപ വരെ വാഹനത്തിന് ലോൺ കയറും. പുതിയ വണ്ടിക്ക് ഏകദേശം 22 രൂപ അടുപ്പിച്ച് റേറ്റ് ഉണ്ട് ഇപ്പോൾ. അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? ഒന്നും മാറിയിട്ടില്ല. കമ്പനി സർവീസ് ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഹിസ്റ്ററി എടുത്തിട്ടാണ് ഒരു വാഹനം എടുക്കുന്നത്. ഇതിന് ക്ലെയിം ഉണ്ട്. ബാക്കിലത്തെ ടെയിലൈറ്റ് മാറിയിട്ടുണ്ട്. ബാക്കിലത്തെ ബമ്പറും കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഡിക്കി റീപെയിൻറ്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിലുള്ള ഒരു അപാകത എന്ന് പറയുന്നത്. ഫ്രണ്ടല്ല, ബാക്കിലത്തെ കാര്യം. ഫ്രണ്ടിൽ വേറെ ഒരു രീതിയിലുള്ള തട്ടില്ല. ഈ ബമ്പറിൻ്റെ ഈ കോർണറിലുള്ള ഒരു സ്ക്രാച്ച് മാത്രമാണ് കിടക്കുന്നത്. ഞാൻ ഫ്രണ്ട് എന്നാ കേട്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇത് പൊക്കി കാണിക്കാൻ പറഞ്ഞത്. അല്ലല്ലല്ല, ബാക്ക് ആണല്ലേ? അതെ. ഓക്കെ, ബാക്ക് സൈഡാണ് കംപ്ലൈൻ്റ് ഉള്ളത്, ഫ്രണ്ട് അല്ല. എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഈ സൈഡാണ് കംപ്ലൈൻറ്റ്സ് ഉള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ തന്നെയായിരുന്നു. വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1-2 വണ്ടികൾക്ക് മാത്രം തട്ടുകളുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയും പിന്നെ ഒട്ടുമുക്ക വണ്ടികൾക്കും കമ്പനി സർവീസ് തന്നെയാണ്. ഇപ്പോൾ ഈ തട്ടി എന്ന് പറഞ്ഞ വണ്ടിയാണെങ്കിൽ പോലും അതും കമ്പനി സർവീസ് തന്നെ ആവുന്നതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ വിശ്വസിച്ചെടുക്കാവുന്ന വണ്ടികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ യൂസ്ഡ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമ്പോൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തെടുക്കുക. എന്നിരുന്നാൽ പോലും കാണുമ്പോൾ ഉള്ള ഒരു രീതി പറയുകയാണെങ്കിൽ എനിക്ക് വണ്ടികളെല്ലാം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല വണ്ടികളായിരുന്നു. അതിലൂടെ ഒരു EV കിടപ്പുണ്ട്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയ്ക്ക് കിടക്കുന്ന ഇന്നോവ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ പിന്നെ ഒരു ഓടി 4 ലക്ഷം രൂപയ്ക്കാണ് കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.